സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ഏതിൻ്റെയൊക്കെ ക്ലാസ്സാണ് കംപ്ലീറ്റ് ചെയ്തത്? കേരള പോലീസ് ആക്ടിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ IPC ക്ലാസ് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CRPC നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ, നമ്മുടെ ക്ലാസ്സസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ആ ക്ലാസ്സസൂടെ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ, അതായത് CPO സ്പെഷ്യൽ ടോപ്പിക്സ് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അത്രയും ക്ലാസ്സസ് കണ്ടു കഴിഞ്ഞ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് അഥവാ ഇന്ത്യൻ തെളിവ് നിയമത്തെക്കുറിച്ചാണ്. അപ്പം ഇതിൽ 2 മാർക്കാണ് ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സോട് കൂടെ തന്നെ നമുക്കിതങ്ങ് പെട്ടെന്ന് തീർക്കാം, അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്ത്യൻ തെളിവ് നിയമം അഥവാ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അപ്പം ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ കുറിച്ചാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് നോക്കാം. തെളിവ് എന്നാൽ എന്തെന്ന് നോക്കാം. തെളിവ് എന്നാൽ വിചാരണ കാര്യവുമായി ബന്ധപ്പെടുത്തി കോടതിയുടെ അനുവാദപ്രകാരമോ കോടതി ആവശ്യപ്പെട്ടതിനനുസരിച്ചോ സാക്ഷികൾ കോടതിയിൽ ബോധിപ്പിക്കുന്ന മൊഴിയിലാലോ അതുപോലെ തന്നെ വരമൊഴിയിലാലോ ആയുള്ള സാക്ഷിമൊഴിയെയും പരിശോധനയ്ക്ക് വേണ്ടി ഹാജരാക്കുന്ന റെക്കോർഡുകളെയുമാണ് തെളിവ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് തെളിവ് എന്ന് പറഞ്ഞാൽ? ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം തെളിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിചാരണ കാര്യവുമായി ബന്ധപ്പെടുത്തി കോടതിയുടെ അനുവാദപ്രകാരമോ കോടതിയുടെ ആവശ്യപ്പെട്ടതിനനുസരിച്ചോ സാക്ഷികൾ കോടതിയിൽ ബോധിപ്പിക്കുന്ന, അപ്പോൾ തെളിവ് എങ്ങനെയൊക്കെ ബോധിപ്പിക്കാം? വായ്മൊഴിയാലോ വരമൊഴിയാലോ. അപ്പോൾ വരമൊഴിയാലോ വായ്മൊഴിയാലോ ഉള്ള സാക്ഷിമൊഴികളെയും പരിശോധനയ്ക്ക് വേണ്ടി ഹാജരാക്കുന്ന റെക്കോർഡുകളെയും തെളിവ് എന്ന് പറയും. അപ്പം നമ്മൾ ഓൾറെഡി നമുക്കത് മനസ്സിലാവും. തെളിവ് ജസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും തെളിവ് എന്നാൽ എന്ത്. അപ്പം എവിഡൻസ് അഥവാ തെളിവ് എന്ന പദം രൂപം പ്രാപിച്ചത് എവിഡേര എന്ന വാക്കിൽ നിന്നാണ്. അപ്പം ഇതൊക്കെ അതായത് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഈ നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനെ ചോദിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് പറയുന്ന എല്ലാ പോയിൻറ്റും അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചെറിയൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം സിലബസ് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇതിനകത്തുനിന്ന് 2 മാർക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പം പറയാം, നമ്മൾ തെളിവ് എന്നാൽ എന്തെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. തെളിവ് എന്നാൽ എന്തെന്നാണ് നമ്മൾ പഠിച്ചത്? വിചാരണ കാര്യവുമായി ബന്ധപ്പെടുത്തി കോടതിയുടെ അനുവാദപ്രകാരമോ കോടതി ആവശ്യപ്പെട്ടതിനനുസരിച്ചോ സാക്ഷികൾ കോടതിയിൽ ബോധിപ്പിക്കുന്ന വായ്മൊഴിയാലോ വരമൊഴിയാലോ ഉള്ള സാക്ഷിമൊഴിയെയും പരിശോധനയ്ക്ക് വേണ്ടി ഹാജരാക്കുന്ന റെക്കോർഡുകളെയുമാണ് തെളിവ് എന്ന് പറയുന്നത്. നമുക്കതറിയാം തെളിവ് എന്താണെന്ന് അറിയാത്ത ആരുമില്ല. നമ്മൾ ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും തെളിവ് എന്താണെന്ന് അറിയാം. അതുപോലെ തന്നെ തെളിവ് എന്ന് പറയുന്നത് നമുക്ക് എവിഡൻസ് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ എവിഡൻസ് എന്നാണ് പറയുന്നത്. എന്ന പദം രൂപം പ്രാപിച്ചത് എവിഡേര എന്ന വാക്കിൽ നിന്നാണ്. അപ്പം ലാറ്റിൻ ഭാഷയിലെ എവിഡേര എന്ന വാക്കിൽ നിന്നാണ് എവിഡൻസ് എന്ന പദം രൂപം പ്രാപിച്ചത്. അപ്പോൾ എവിഡേര എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? എവിഡറാ എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. അതായത് തെളിവെന്ന് പറഞ്ഞാൽ ഇപ്പം വായ്മൊഴിയാലും സാക്ഷിമൊഴിയാലും ഇപ്പം നമ്മളിപ്പം 2 സുഹൃത്തുക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ പറയത്തില്ലേ, എടാ അതിനുള്ള തെളിവ് എവിടെറാ തെളിവ് എന്നല്ലേ ചോദിക്കുന്നത്. വെറുതെ വാക്കുമേ പറഞ്ഞാൽ പോരല്ലേ, എവിടെറാ തെളിവ് എന്നല്ലേ ചോദിക്കുന്നത്. അപ്പം അത് വെച്ച് ഞങ്ങൾക്ക് ഓർക്കാനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ എവിഡേര എന്ന് പറഞ്ഞ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് എവിഡൻസ് എന്ന പദം രൂപം പ്രാപിച്ചത്. അപ്പോൾ എവിടെറാ തെളിവ് എന്ന് ചോദിക്കുന്നതിൻ്റെ അതേ സെയിം ആണ്. അപ്പോൾ എവിടെറാ എന്നുള്ളത് മാറ്റി എവിഡേര എന്ന് ഓർത്തുക. അപ്പോൾ എവിടെറാ എന്നുള്ള ഈ എവിഡേര മലയാളത്തിലോട്ട് നമ്മൾ പറയുമ്പോൾ എങ്ങനെ എവിടെറാ എന്നല്ലേ പറയുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാരൊക്കെ എവിടെറാ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതങ്ങ് ഓർത്ത് വെച്ചു. എവിഡേര എന്ന ലാറ്റിൻ ഭാഷയിലെ വാക്ക് ഓർത്ത് വെച്ചോണേ. എവിഡേര എന്ന ലാറ്റിൻ ഭാഷയിലെ വാക്കിൽ നിന്നാണ് എവിഡൻസ് എന്ന പദം രൂപം പ്രാപിച്ചത്. അത് ക്ലിയറായി. ഇനി നിങ്ങൾ ജീവിതത്തിൽ മറക്കത്തില്ലേ, എവിഡറാ എന്നുള്ള ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് എവിഡേര എന്നുള്ള ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് എവിഡൻസ് എന്ന പദം രൂപം പ്രാപിച്ചത്. അപ്പോൾ എവിഡേര എന്ന ലാറ്റിൻ ഭാഷയിലെ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എവിഡേര എന്ന ലാറ്റിൻ ഭാഷയിലെ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വ്യക്തമായി കാണിക്കുക എന്നാണ്. അപ്പോൾ എവിഡേരയുടെ അർത്ഥം എന്താണ്? വ്യക്തമായി കാണിക്കുക എന്നതാണ്. ക്ലിയറായി? ഇത്രയും പറഞ്ഞത് ക്ലിയറായി? അടുത്ത് നമുക്ക് നോക്കാം.
ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നോ ഇല്ലെന്നോ എന്ന കാര്യത്തെപ്പറ്റി മനസ്സിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഏതൊരു കാര്യവും തെളിവാകുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നോ ഇല്ലെന്നോ എന്ന കാര്യത്തെപ്പറ്റി മനസ്സിൽ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഏതൊരു കാര്യവും തെളിവാകുന്നു. ക്ലിയറായേ? അതുപോലെ തന്നെ നമുക്ക് തെളിവിനെ പ്രധാനമായും ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം തെളിവിനെ പ്രധാനമായും 9 തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ 9 തെളിവിനെ നമുക്ക് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ 9 തെളിവുകളുണ്ട് നമുക്ക് എവിഡൻസ് ആക്ട് പ്രകാരം സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 9 തെളിവുകളും ഏതൊക്കെയാണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടതോടെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഡയറക്റ്റ് എവിഡൻസ് ആണ്. ഫസ്റ്റ് ഏതാണ്? ഡയറക്റ്റ് എവിഡൻസ്. അപ്പം ഡയറക്റ്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഭവം നേരിട്ട് കാണുകയാണെങ്കിൽ നേരിട്ട് കണ്ട സംഭവം തെളിവായി സ്വീകരിക്കുന്നത്, അതാണ് ഡയറക്റ്റ് എവിഡൻസ്. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ കൊലപാതകം നേരിട്ട് കണ്ടതിനെ സംബന്ധിച്ച് കോടതിയിൽ പറയുന്ന മൊഴി. അതിപ്പോൾ നമുക്കറിയാം, പേര് കേൾക്കുമ്പോഴേ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് കത്തും. ഡയറക്റ്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ നേരിട്ട് കാണുക, ഒരു സംഭവം നേരിട്ട് കാണുക. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? നേരിട്ട് എന്നുള്ളതല്ലേ. അപ്പം ഡയറക്റ്റായിട്ട് നമ്മളൊരു കൊലപാതകം നേരിട്ട് കണ്ടതിനെക്കുറിച്ച് കോടതിയിൽ പറയുന്ന മൊഴിയാണ് ഡയറക്റ്റ് എവിഡൻസ്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഡയറക്റ്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊലപാതകം ആയിക്കോട്ടെ, എന്തെങ്കിലും ക്രൈം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മളതിനെ നേരിട്ടുള്ള ദൃക്സാക്ഷിയാണെങ്കിൽ നമ്മളതിനെ നേരിട്ട് കണ്ടതിനെ സംബന്ധിച്ച് നമ്മൾ കോടതിയിൽ ജഡ്ജിക്ക് മുമ്പിൽ പറയുന്ന മൊഴിയാണ് ഡയറക്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത്. ക്ലിയറായേ? അപ്പോൾ അടുത്ത് നോക്കാം. രണ്ടാമത്തേത് ഓറൽ എവിഡൻസ്. ഓറൽ എവിഡൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഓറൽ എവിഡൻസ് എന്ന് പറയുന്നത്. കോടതി മുമ്പാകെ ഒരു സംഭവത്തിനെക്കുറിച്ച് നേരിട്ട് കണ്ടതോ ഇന്ദ്രിയ ശക്തികളാൽ ഗ്രഹിച്ച് മനസ്സിലാക്കി വാമൊഴിയിൽ നൽകുന്ന തെളിവിനെ പറയുന്നതാണ്. അപ്പോൾ ഓറൽ എവിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? വാമൊഴിയിൽ നൽകുന്നതെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വാമൊഴിയിൽ നൽകുന്ന തെളിവെന്നങ്ങ് പഠിച്ചു വെച്ചോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കോടതിക്ക് മുമ്പാകെ ഒരു സംഭവത്തിനെക്കുറിച്ച് നേരിട്ട് കണ്ടതോ അല്ലാതെ നമ്മളിങ്ങനെ ഇന്ദ്രിയ ശക്തികളാൽ ഗ്രഹിച്ചെന്ന് ഉദ്ദേശിക്കുന്ന ഇത്രയും വലിയ കട്ടിയായ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് പേടി വരും. അതല്ല, ഇത്രയേ ഉള്ളൂ. ഇന്ദ്രിയ ശക്തികളാൽ ഗ്രഹിച്ച്, അതായത് നമ്മൾ ഒരു കാര്യം നടന്നൊരു സംഭവത്തെക്കുറിച്ച് ഓർത്ത് മനസ്സിലാക്കി നമ്മളുടെ വാമൊഴിയിൽ കൂടെ നൽകുന്ന തെളിവിനെയാണ് ഓറൽ എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയറായി? ഓറൽ എവിഡൻസ് ക്ലിയറായി? ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുമ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആവുമല്ലോ. അടുത്തത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. മൂന്നാമത്തെ എവിഡൻസ് ഏതാണ്? സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. അതായത് ഒരു കുറ്റം ചെയ്തയാൾ ഇന്നാളായിരിക്കുമെന്ന് സാഹചര്യത്തിന് അനുസൃതമായി നൽകുന്ന തെളിവിനെ പറയുന്നത്. അതായത് ഇത് പഠിക്കാൻ എളുപ്പമായിട്ടുള്ള ഒരിതുണ്ട് കേട്ടോ. ഇതുണ്ട്, നമ്മളെ രാമലീലയ്ക്കകത്ത് ദിലീപ് പറയത്തില്ലേ, എന്തുവാ, സാഹചര്യ തെളിവുകളെല്ലാം എനിക്കെതിരായതിനാൽ ഞാനാണ് പ്രതിയെന്ന് തെളിയിക്കുന്നത്, അങ്ങനൊരു ഡയലോഗ് അടിക്കത്തില്ലേ? രാമലീല സിനിമ നിങ്ങളെല്ലാവരും കണ്ടതാണോ? ആ രാമലീല സിനിമയിലെ സാഹചര്യ തെളിവുകളെല്ലാം ദിലീപിന് പ്രതികൂലമായിട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് ദിലീപ് ആ പ്രതിയെന്ന് പറയത്തില്ലേ? അപ്പം എന്നെ പ്രതിയാക്കണമെന്ന് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ എന്നൊക്കെ ദിലീപ് പറയത്തില്ലേ? അത്രേ ഓർത്ത് വെച്ചാൽ മതി. ഒരു കുറ്റം ചെയ്തയാൾ ഇന്നാളായിരിക്കുമെന്ന് സാഹചര്യത്തിന് അനുസൃതമായി നൽകുന്ന തെളിവിനെയാണ് പറയുന്നത്. അപ്പോൾ സാഹചര്യ തെളിവുകൾ അനുസരിച്ച് ഒരാളെ നമുക്ക് കുറ്റം ചെയ്തയാളാണെന്ന് പറയാൻ സാധിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കുറ്റം ചെയ്തയാൾ ഇന്നയാളായിരിക്കുമെന്ന് സാഹചര്യത്തിന് അനുസൃതമായി നൽകുന്ന തെളിവിനെ പറയുന്നത്. അതായത് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ആ രാമലീല പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. അതായത് ഒരാൾ നദിക്കരയിലൂടെ നടന്നുപോയി. എ, ബി എന്ന 2 ആൾക്കാരെ കണ്ടു. കുറേ കഴിഞ്ഞ് ബി മാത്രം തിരികെ വന്നതും അയാളുടെ ദേഹത്ത് രക്തം പറ്റിയിരിക്കുന്നതും കണ്ടു. കുറേ കഴിഞ്ഞ് എ നദിക്കരയിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടു. ഇതിൽ ബി ആണ് എയെ കൊന്നത് എന്ന് സംശയിക്കുന്ന സാഹചര്യമുള്ളതിനാൽ ഇപ്രകാരം കൊടുക്കുന്ന തെളിവാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത്. ക്ലിയറായേ? അതായത് ഒരാൾ നദിക്കരയിലൂടെ നടന്നുപോയി. അപ്പോൾ ഒരാൾ നദിക്കടലിലൂടെ നടന്നുപോയി. എയും ബിയും 2 ആൾക്കാരെ കണ്ടു. കുറേ കഴിഞ്ഞ് ബി മാത്രം തിരിച്ചു വരുന്നതും അയാളുടെ ദേഹത്തെ രക്തം പറ്റിയിരിക്കുന്നതും കണ്ടു. അതുപോലെ തന്നെ കുറേ കഴിഞ്ഞ് എ നദിക്കരയിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടു. അതുപോലെ തന്നെ ഇതിൽ ബി ആണ് എയെ കൊന്നതെന്ന് സംശയിക്കുന്ന സാഹചര്യമുള്ളതിനാൽ ഇപ്രകാരം കൊടുക്കുന്ന തെളിവാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ലൂസിഫർ സിനിമയിൽ പറയുന്നതിനോട്ട് കർഷകനല്ലേ മേഡം ഒന്ന് കളവടിക്കാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞാലൊന്നും രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. നമ്മുടെ ശരീരത്ത് ആ ബ്ലഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് മരിച്ച ആളുടെ ബ്ലഡും കാര്യങ്ങളും സാഹചര്യ തെളിവുകളും എല്ലാം നമുക്ക്
എഗനിസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്തായാലും പ്രതിയായിട്ട് തന്നെ കണക്കാക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഒരു കുറ്റം ചെയ്തയാൾ ഇന്നയാളായിരിക്കുമെന്ന് സാഹചര്യത്തിന് അനുസൃതമായി നൽകുന്ന തെളിവിനെയാണ് പറയുന്നത്. അതിൻ്റെ ഉദാഹരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം ഉദാഹരണം, അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. നദിക്കരയിലേക്ക് 2 പേര് പോയി, ഒരാൾ നദിക്കരയിലൂടെ നടന്നുപോയി. എയും ബിയും എന്ന 2 ആൾക്കാരെ കണ്ടു. കുറേ കഴിഞ്ഞ് ബി മാത്രം തിരികെ വന്നത് ബിയുടെ ദേഹത്ത് രക്തത്തിൻ്റെ കറ പറ്റിയിരിക്കുന്നത് കണ്ടു. കുറേ കഴിഞ്ഞ് എ നദിക്കരയിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടു. ഇതിൽ ബി ആണ് എയെ കൊന്നത് എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിലുള്ള ഇപ്രകാരം കൊടുക്കുന്ന തെളിവാണ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത നമുക്ക് നോക്കാം. 4ാമത്തേത് റിയൽ എവിഡൻസ്. 4ാമത്തെ എന്ത് എവിഡൻസ് ആണ്? റിയൽ എവിഡൻസ്. റിയൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവിനെയാണ് റിയൽ എവിഡൻസ് എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ, ഉദാഹരണം ഓൾറെഡി നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. മുഖത്തുള്ളൊരു മറുക് മജിസ്ട്രേറ്റിന് കാണിച്ചു കൊടുക്കുമ്പോൾ അതിനെ റിയൽ എവിഡൻസായി കണക്കാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിലുള്ള കൊടുക്കുന്ന തെളിവിനെയാണ് പറയുന്നത് റിയൽ എവിഡൻസ്. ആ പേര് കേൾക്കുമ്പോഴേ റിയൽ ആയിട്ടുള്ള എവിഡൻസ്, അതായത് റിയൽ ആയിട്ട് തന്നെ കോടതിയിലെ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിലുള്ള കൊടുക്കുന്ന തെളിവിനെയാണ് റിയൽ എവിഡൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾ പറഞ്ഞു, മുഖത്തുള്ള ഒരു മറുക് മജിസ്ട്രേറ്റിന് കാണിച്ചു കൊടുക്കുമ്പോൾ അതിനെ റിയൽ എവിഡൻസായി കണക്കാക്കാം. ക്ലിയർ ആയി? ഒന്ന് ജസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും റിയൽ എവിഡൻസ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. 5ാമത്തെ നോക്കാം, ഹിയർസേ എവിഡൻസ്. ഹിയർസേ എവിഡൻസ് 5ാമത്തെ എവിഡൻസ് ഏതാണ്? ഹിയർസേ എവിഡൻസ്. അതായത് ഒരാൾ ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞത് കേട്ട് മറ്റൊരാൾ പറയുന്ന തെളിവിനെ പറയുന്നതാണ്. അതായത് ഒരാളിപ്പോൾ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് മറ്റൊരാൾ പറയുന്ന തെളിവിനെയാണ് പറയുന്നതാണ് ഹിയർസേ എവിഡൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, എക്സ് എന്നയാൾ വൈ എന്നയാളിനെ തലയ്ക്കടിച്ച് അടിച്ചത് വൈ ഇസഡിനോട് പറയുന്നു. ഈ സംഭവത്തെക്കുറിച്ച് എയോട് ഇസഡ് പറയുന്നതാണ് ഹിയർസേ എവിഡൻസ്. ക്ലിയർ ആയോ? ഒന്നുകൂടെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. അതായത് എക്സ് വൈ എന്നയാളിനെ തലക്കടിച്ചത്, എക്സ് വൈയെ തലക്കടിച്ചു. ആ വൈ ചെന്ന് ഇസഡിനോട് പറയുന്നു, എടാ എൻ്റെ തലക്കടിച്ചടാ, അവൻ എന്നെ തലക്കടിച്ചു, നല്ല രീതിയിൽ എന്നെ അടിച്ചു, വേദനിപ്പിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തെന്നൊക്കെ വൈ ചെന്ന് ഇസഡിനോട് പറയുന്നു. ഈ സംഭവത്തെക്കുറിച്ച് എയോട് ഇസഡ് പറയുന്നതാണ്. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഇസഡ് എന്ന് എയോട് പറയുന്നു. എയോട് ഇസഡ് പറയുന്നതാണ് ഹിയർസേ എവിഡൻസ്. ക്ലിയർ ആയ? അടുത്ത നമുക്ക് 6ാമത്തെ നോക്കാം, ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറഞ്ഞാൽ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കുന്ന രേഖകളെക്കുറിച്ച് പറയുന്നതാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഡോക്യുമെൻ്ററി എവിഡൻസ് എന്താണെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ അറിയാം. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോക്യുമെൻ്ററി എവിഡൻസിൽ നിന്ന് പ്രൈമറി എവിഡൻസും സെക്കൻഡറി എവിഡൻസും തെളിയിക്കാവുന്നതാണ്. അപ്പം എന്നൂടെ പറയാം, ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറഞ്ഞാൽ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കുന്ന രേഖകളെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി എവിഡൻസിൽ നിന്നും പ്രൈമറി എവിഡൻസും സെക്കൻഡറി എവിഡൻസും തെളിയിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് 7ാമത്തെ എന്താണ്? പ്രൈമറി എവിഡൻസ് എന്താണ്? പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ കോടതിയുടെ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള റെക്കോർഡുകളെ പ്രൈമറി എവിഡൻസ് അല്ലെങ്കിൽ ലീസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പ്രൈമറി എവിഡൻസ്? കോടതിയുടെ പരിശോധനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള റെക്കോർഡുകളെ പ്രൈമറി എവിഡൻസ് അല്ലെങ്കിൽ ലീസ്റ്റ് എവിഡൻസ് എന്നും പറയുന്നു. അപ്പോൾ 8ാമത്തേത് സെക്കൻഡറി എവിഡൻസ് എന്താണെന്ന് നോക്കാം. സെക്കൻഡറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ കോടതിയിൽ സമർപ്പിക്കപ്പെടുന്ന താഴെ പറയുന്ന തരം തെളിവുകളെ സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നു. അതായത് തെളിവ് നിയമപ്രകാരം ഓർത്ത് വെച്ചോണ്ട്, ഇതൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. സെക്കൻഡറി എവിഡൻസിൻ്റെ പോയിന്റ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഒന്നുകൂടെ പറയാം. സെക്കൻഡറി എവിഡൻസ് നമ്മൾ പഠിച്ചത്? സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നത് കോടതിയിൽ സമർപ്പിക്കപ്പെടുന്ന താഴെ പറയുന്ന തരം തെളിവുകളെ സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഏതൊക്കെയാണ് തെളിവ് എന്ന് നോക്കാം. തെളിവ് നിയമപ്രകാരം സർട്ടിഫൈഡ് ചെയ്ത കോപ്പികൾ, തെളിവ് നിയമപ്രകാരം അതായത് എവിഡൻസ് ആക്ട് പ്രകാരം സർട്ടിഫൈഡ് ചെയ്ത കോപ്പികൾ, അതുപോലെ തന്നെ ഒറിജിനലിൽ നിന്നും എടുത്ത ഫോട്ടോയോ ഫോട്ടോസ്റ്റാറ്റോ ലിത്തോഗ്രാഫോ ആയോ പ്രിൻറ്റുകൾ. അപ്പോൾ എന്താണ്? ഒറിജിനലിൽ നിന്നും എടുത്ത ഫോട്ടോയോ ഫോട്ടോസ്റ്റാറ്റോ ലിത്തോഗ്രാഫോ ആയ പ്രിൻറ്റുകൾ, അതുപോലെ തന്നെ ഡോക്യുമെൻ്ററികളുടെ കൗണ്ടർ ഫോയിലുകൾ, അതുപോലെ തന്നെ അയാൾ തന്നെ ഒരു പ്രമാണത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് അയാൾ കൊടുക്കുന്ന വാമൊഴി വിവരങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി എവിഡൻസ് എന്തൊക്കെയാണ് വരുന്നത്? ഏതൊക്കെ തരം തെളിവുകളെയാണ് സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നത്? ഒന്നുകൂടെ പറയാം. ഏതൊക്കെ തരം തെളിവുകളെയാണ് നമ്മൾ സെക്കൻഡറി എവിഡൻസ് എന്ന് പറയുന്നത്? തെളിവ് നിയമപ്രകാരം സർട്ടിഫൈഡ് ചെയ്ത കോപ്പികൾ, അതായത് എവിഡൻസ് ആക്ട് പ്രകാരം സർട്ടിഫൈഡ് ചെയ്ത കോപ്പികൾ, അതുപോലെ തന്നെ ഒറിജിനലിൽ നിന്നും എടുത്ത ഫോട്ടോയോ ഫോട്ടോസ്റ്റാറ്റോ ലിത്തോഗ്രാഫോ ആയ പ്രിൻറ്റുകൾ,
ഡോക്യുമെൻ്ററികളുടെ കൗണ്ടർ ഫോയിലുകൾ, അതുപോലെ തന്നെ അയാൾ തന്നെ ഒരു പ്രമാണത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് അയാൾ കൊടുക്കുന്ന വാമൊഴി വിവരങ്ങൾ. ഇത്രയുമാണ് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയേ? അടുത്തത് ലാസ്റ്റ് എവിഡൻസ് ആണ് കൺക്ലൂസീവ് എവിഡൻസ്. കൺക്ലൂസീവ് എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുത മറ്റൊരു വസ്തുതയുടെ നിശ്ചയ തെളിവായി ഈ ആക്ടിനാൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ആ വസ്തുത തെളിയിക്കപ്പെടുന്നതിന് വേണ്ടി കോടതി മുമ്പാകെ നൽകുന്ന തെളിവിനെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കൺക്ലൂസീവ് എവിഡൻസ് എന്ന് പറയുന്നത്? ഒന്നുകൂടെ പറയാം. ഒരു വസ്തുത മറ്റൊരു വസ്തുതയുടെ നിശ്ചയ തെളിവായി ഈ ആക്ടിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്തുത തെളിയിക്കപ്പെടുന്നതിന് വേണ്ടി കോടതി മുമ്പാകെ നൽകുന്ന തെളിവിനെ പറയുന്നതാണ് കൺക്ലൂസീവ് എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ നമ്മളിപ്പം പഠിച്ചു? ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം തെളിവിനെ 9 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഡയറക്റ്റ് എവിഡൻസ്, ഓറൽ എവിഡൻസ്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, റിയൽ എവിഡൻസ്, അതുപോലെ തന്നെ ഹിയർസേ എവിഡൻസ്, ഡോക്യുമെൻ്ററി എവിഡൻസ്, അതുപോലെ തന്നെ പ്രൈമറി എവിഡൻസ്, സെക്കൻഡറി എവിഡൻസ്, കൺക്ലൂസീവ് എവിഡൻസ്. ഇത്രയുമാണ് നമ്മുടെ എവിഡൻസ് ആക്ടിലെ എവിഡൻസിനെ പ്രധാനമായി തരംതിരിച്ചിട്ടുള്ളത്, 9ആയി തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുമാണ്. നമ്മൾ എവിഡൻസ് എന്താണ്, എവിഡൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഈ എവിഡൻസ് ആക്ടിനെ കുറിച്ച് കുറച്ച് പഠിക്കേണ്ടതുണ്ട്. അതായത് അതിൻ്റെ കുറച്ച് ബേസിക്സ് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് പഠിക്കാം. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജെയിംസ് സ്റ്റീഫൻ. അപ്പം ഇതൊരാളാണ്. അപ്പം ഇന്ത്യൻ എവിഡൻസ് ആക്ട്, അതായത് ഇന്ത്യൻ തെളിവ് നിയമം, ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നെയാണല്ലോ, നമുക്കറിയാമല്ലോ. അപ്പം ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജെയിംസ് സ്റ്റീഫൻ. നീളത്തിലുള്ള പേരാ, പക്ഷേ രണ്ടിലും ജെയിംസ് വരുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ, ജെയിംസ് സ്റ്റീഫൻ. അപ്പോൾ ഇനി മുതൽ മറക്കല്ലേ, ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജെയിംസ് സ്റ്റീഫൻ ആണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഉപജ്ഞാതാവ്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് 1872 മാർച്ച് 15. അപ്പോൾ എവിഡൻസ് ആക്ട് എന്നാണ് പാസ്സാക്കിയത്? 1872 മാർച്ച് 15 എവിഡൻസ് ആക്ട് പാസ്സാക്കിയത്. അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് 1872 സെപ്റ്റംബർ 1. അപ്പോൾ 1872 മാർച്ച് 15 പാസ്സാക്കി എവിഡൻസ് ആക്ട്. അതുപോലെ തന്നെ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് 1872 സെപ്റ്റംബർ 1 നിലവിൽ വന്നു. ക്ലിയർ ആയേ? ഇനി അടുത്ത് പറയാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളൊരു പോയിൻ്റാണ്. അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങൾ എത്രയാണ്? ആകെ അധ്യായങ്ങൾ 11 അധ്യായങ്ങൾ, അതായത് 11 ചാപ്റ്റേഴ്സ്. 11 ചാപ്റ്റേഴ്സ്, 167 സെക്ഷൻസ് അഥവാ 167 വകുപ്പുകൾ. 11 ചാപ്റ്റേഴ്സ്, 167 വകുപ്പുകൾ, സെക്ഷൻസ്, അതുപോലെ തന്നെ 3 ഭാഗങ്ങൾ. ഇതൊക്കെ ഇപ്പം കേട്ട് വെക്കും, നിങ്ങളിത് പഠിച്ച് തന്നെ വെക്കണം. ഇത് പരീക്ഷയ്ക്ക് വളരെ എവിഡൻസ് ആക്ടിൽ നിന്ന് വളരെയധികം ചോദിക്കാൻ ചാൻസ് കൂടിയുള്ളൊരു പോയിൻ്റാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് പഠിച്ച് വെക്കണം, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോവും, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോവുക. അപ്പം ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങൾ എത്രയാണ്? 11 അധ്യായങ്ങളും 167 സെക്ഷൻസും അതുപോലെ തന്നെ 3 ഭാഗങ്ങളുമാണ് വരുന്നത്. അപ്പോൾ ഇനി മറക്കല്ലേ, 11 അധ്യായങ്ങൾ അഥവാ 11 ചാപ്റ്റേഴ്സ്, 167 വകുപ്പുകൾ അഥവാ 167 സെക്ഷൻസ്, അതുപോലെ തന്നെ 3 ഭാഗങ്ങൾ അഥവാ 3 പാർട്സുമാണ് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ വരുന്നത്. മറക്കല്ലേ. അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ 3 ഭാഗങ്ങൾ വരുന്നത്. അപ്പോൾ ആ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഭാഗം 1 അഥവാ പാർട്ട് 1 വരുന്നത് റെലവൻസി ഓഫ് ഫാക്ട്സ് ആണ്. അതായത് വസ്തുക്കളുടെ പ്രസക്തിയെക്കുറിച്ചാണ് പാർട്ട് 1 വരുന്നത്, ഭാഗം 1 വരുന്നത്. അതുപോലെ തന്നെ ഭാഗം 2 പാർട്ട് 2 വരുന്നത് ഓൺ പ്രൂഫ്, തെളിവിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ പാർട്ട് 3 വരുന്നത് പ്രൊഡക്ഷൻ ആൻഡ് എഫക്റ്റ് ഓഫ് എവിഡൻസ്, അതായത് തെളിവ് ഹാജരാക്കലും അതിൻ്റെ ഫലവുമാണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഇത്രയും പറഞ്ഞതൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ പറയാം, നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ജെയിംസ് സ്റ്റീഫൻ. അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് എന്നാണ്? 1872 മാർച്ച് 15. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് 1872 സെപ്റ്റംബർ 1. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങൾ 11 അധ്യായങ്ങൾ, ആകെ വകുപ്പുകൾ 167 സെക്ഷൻസ്, ഭാഗങ്ങൾ 3 ഭാഗങ്ങൾ. ഭാഗം 1 വസ്തുക്കളുടെ പ്രസക്തി, ഭാഗം 2 തെളിവിനെ സംബന്ധിച്ച്, ഭാഗം 3 തെളിവ് ഹാജരാക്കലും അതിൻ്റെ ഫലവും. ക്ലിയറായോ? അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ പാസ്സായ നിയമമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872, നമുക്കറിയാം. അടുത്തത് സിവിൽ കേസായാലും ക്രിമിനൽ കേസായാലും
സിവിൽ കേസായാലും ക്രിമിനൽ കേസായാലും എന്തൊക്കെ തെളിവായി സ്വീകരിക്കാം, കോടതിയിൽ തെളിവായി സ്വീകരിക്കാത്തവ, കോടതിയിൽ തെളിയിക്കേണ്ട തെളിവുകൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് അധികാരമായ ഒരു രൂപം നൽകുന്ന നിയമമാണ്. അപ്പോൾ ഈ നിയമത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്? സിവിൽ കേസായാലും ക്രിമിനൽ കേസായാലും എന്തൊക്കെ തെളിവായി സ്വീകരിക്കാം, കോടതി തെളിവായി സ്വീകരിക്കാത്തവ, കോടതി തെളിയിക്കേണ്ട തെളിവുകൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ആധികാരികമായ ഒരു രൂപം നൽകുന്നതിന് വേണ്ടിയാണ് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ലിയറായ? അതുപോലെ തന്നെ തെളിവുകൾ കൃത്യമായിരിക്കണമെന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ തെളിവുകൾ കൃത്യമായിരിക്കണമെന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ രേഖപ്പെടുത്തുന്നു. അടുത്ത് നോക്കാം. ഇത്രയുമാണ് നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ കുറിച്ചുള്ള ബേസിക്സ് പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് സിലബസിൽ തന്നിട്ടുള്ള കുറച്ച് സെക്ഷൻസിനെ കുറിച്ചാണ്. അതായത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള പ്രധാന സെക്ഷൻസിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട ഫസ്റ്റ് സെക്ഷൻ 1 ആണ്. അതായത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെൻറ്റ്, അതായത് ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. നമ്മളെല്ലാം ഏത് സെക്ഷൻ എടുത്താലും, CRPC എടുത്താലും, കേരള പോലീസ് ആക്ട് എടുത്താലും, IPC സെക്ഷൻ എടുത്താലും നമ്മൾ സെക്ഷൻ 1 എന്തായിരിക്കും? ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭമായിരിക്കും. അത് തന്നെ ഇവിടെ വന്നു ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വരുമ്പോൾ എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വരുമ്പോൾ ജമ്മു കാശ്മീർ ഒഴികെ ഇന്ത്യയുടെ മറ്റ് എല്ലാ ഭാഗങ്ങളിലും ഈ നിയമത്തിന് വ്യാപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സെക്ഷൻ 1 പറയുന്നത്? എന്താണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വരുമ്പോൾ ജമ്മു കാശ്മീർ ഒഴികെ ഇന്ത്യയുടെ മറ്റ് എല്ലാ ഭാഗങ്ങളിലും ഈ നിയമത്തിന് വ്യാപ്തി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിലവിൽ ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ഈ നിയമം വന്നപ്പോൾ ജമ്മു കാശ്മീർ ഒഴികെയുള്ള മറ്റെല്ലാ ഭാഗങ്ങളിലും ഈ നിയമത്തിന് വ്യാപ്തി ഉണ്ടായിരുന്നു. ഈ നിലവിൽ ഇപ്പോൾ ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ക്ലിയറായേ? അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിക്ക് കീഴിൽ വരുന്ന കോർട്ട് മാർഷ്യൽ, നേവൽ ഡിസിപ്ലിൻ ആക്ട്, എയർഫോഴ്സ് ആക്ട് എന്നിവയ്ക്കും ഈ നിയമം ബാധകമാണ്. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. കഴിഞ്ഞ CPO ആണ്, അതിന് മുമ്പത്തെ CPO ഒക്കെ ചോദിച്ചതാണിത്. അപ്പം ഇന്ത്യൻ ആർമിക്ക് കീഴിൽ വരുന്ന കോർട്ട് മാർഷ്യൽ, നേവൽ ഡിസിപ്ലിൻ ആക്ട്, എയർഫോഴ്സ് ആക്ട് എന്നിവയ്ക്കും ഈ നിയമം ബാധകമാണോ അല്ലയോ എന്നാണ് എക്സാമിന് ചോദിച്ചത്. അപ്പം ബാധകമാണ്. നമ്മുടെ ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ട് നമുക്ക് മാത്രമല്ല, സാധാരണക്കാരനായ നമുക്ക് മാത്രമല്ല, ഇന്ത്യൻ ആർമിക്ക് ബാധകമാണ്. ഇന്ത്യൻ ആർമിക്ക് കീഴിൽ വരുന്ന കോർട്ട് മാർഷ്യൽ, നേവൽ ഡിസിപ്ലിൻ ആക്ട്, എയർഫോഴ്സിൻ്റെ ആക്ട് എന്നിവയ്ക്കും ഈ നിയമം ബാധകമാണ്. ക്ലിയറായ? അടുത്ത് നമുക്ക് നോക്കാം സെക്ഷൻ 27. ഹൗ മച്ച് ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം അക്യൂസ്ഡ് മേ ബി പ്രൂവ്ഡ്. അതായത് കുറ്റാരോപിതൻ്റെ പക്കൽ നിന്നും ലഭിച്ച വിവരങ്ങൾ തെളിയിച്ചിരിക്കണമെന്നാണ്. അപ്പോൾ എന്താണ് സെക്ഷൻ 27 പറയുന്നത്? കുറ്റാരോപിതൻ്റെ പക്കൽ നിന്നും ലഭിച്ച വിവരങ്ങൾ തെളിയിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. സെക്ഷൻ 27 എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും കുറ്റാരോപിതനായ വ്യക്തിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അയാൾ പോലീസ് കസ്റ്റഡിയിലിരിക്കെ സ്വയമേ സംബന്ധിച്ചതാണെങ്കിലും അന്വേഷണത്തിലൂടെ കണ്ടെത്തിയതാണെങ്കിലും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവ തെളിയിച്ചിരിക്കണോ എന്നാണ് സെക്ഷൻ 27 പറയുന്നത്. അപ്പം കുറ്റാരോപിതൻ്റെ പക്കൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ തെളിയിച്ചിരിക്കണം എന്നാണ് സെക്ഷൻ 27 പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അപ്പോൾ അടുത്ത സെക്ഷൻ നോക്കാം. അടുത്ത സെക്ഷൻ ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 32 പറയുന്നത് കേസസ് ഇൻ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിലവൻറ്റ് ഫാക്ട് ബൈ പേഴ്സൺ ഹൂ ഈസ് ഡെഡ് ഓർ കനോട്ട് ബി ഫൗണ്ട് എക്സെട്ര ഈസ് റിലവൻറ്റ്. അതായത് ഇത്രയേ ഉള്ളൂ. സെക്ഷൻ 32 ഇത്രയേ ഉള്ളൂ. മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തി നൽകിയ മൊഴികളുടെ വ്യാപ്തിയെ സംബന്ധിച്ച, അതായത് സാക്ഷിയുടെ പരിഗണിക്കാൻ കഴിയാത്തവരുടെ മൊഴികളുടെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അതായത് സാക്ഷിയുടെ പരിഗണിക്കാൻ കഴിയാത്തവരുടെ മൊഴികളെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 32. അതായത് ഇത്രയേ ഉള്ളൂ. മരണപ്പെട്ടതോ കണ്ടെത്താൻ കഴിയാത്തതോ കോടതിയിൽ നേരിട്ട് ഹാജരാക്കാൻ കഴിയാത്തതോ ആയ വ്യക്തികൾ രേഖാമൂലമോ വാക്കാലോ നൽകിയ പ്രസ്താവനകളുടെ പ്രസക്തിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പുകൾ. അതായത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരാളിപ്പം മരണവഴി എന്നൊക്കെ പറയത്തില്ലേ, അതായത് ഇപ്പോൾ ഒരാളൊരു വീഡിയോ മരിക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു കേസിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ അതും ഒരു തെളിവായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണെന്നാണ് സെക്ഷൻ 32 എന്ന് പറയുന്നത്. അപ്പോൾ എളുപ്പമാണ്, ഞങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 32 എന്ന് പറയുന്നത് മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തി നൽകിയ മൊഴികളുടെ വ്യാപ്തി സംബന്ധിച്ചാണ്. അതായത് സാക്ഷിയുടെ പരിഗണിക്കാൻ കഴിയാത്തവരുടെ മൊഴികളെ പ്രസക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മരണപ്പെട്ടതോ കണ്ടെത്താൻ കഴിയാത്തതോ കോടതിയിൽ നേരിട്ട് ഹാജരാക്കാൻ കഴിയാത്തതോ ആയ വ്യക്തികൾ രേഖാമൂലമോ വാക്കാലോ നൽകിയ പ്രസ്താവനകളുടെ പ്രസക്തിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 32.
അതുപോലെ തന്നെ ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 32-ാം വകുപ്പ് പ്രകാരം കോടതിയിൽ വിളിച്ചു വരുത്താനാകാത്ത വ്യക്തിയുടെ മൊഴി സ്വീകാര്യമാക്കുന്നത് എപ്പോഴെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്കിന് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. സെക്ഷൻ 32-ലെ കോടതിയിൽ വിളിച്ചു വരുത്താനാകാത്ത വ്യക്തിയുടെ മൊഴി സ്വീകരിക്കുന്നത് എപ്പോഴെല്ലാമാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം നോക്കാം എപ്പോഴെല്ലാമാണെന്ന്. പ്രസ്തുത വ്യക്തി മരിച്ചു പോവുക, വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കാതിരിക്കുക, അതുപോലെ തന്നെ വ്യക്തി തെളിവ് നൽകാൻ കഴിയാത്ത സ്ഥിതിയിൽ അപകടപ്പെടുക, അതുപോലെ തന്നെ കാലതാമസമോ ചെലവോ കൂടാതെ കോടതിയിൽ ഹാജരാക്കപ്പെടുവാൻ കഴിയാതിരിക്കുക. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രസ്തുത വ്യക്തി രേഖാമൂലമോ വായ്മൊഴിയാലോ നൽകിയിട്ടുള്ള മൊഴി കോടതിക്ക് സ്വീകാര്യം ആണ്. അപ്പോൾ ഏതൊക്കെ അതായത് ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 32-ാം വകുപ്പ് പ്രകാരം കോടതിയിൽ വിളിച്ചു വരാനാകാത്ത വ്യക്തിയുടെ മൊഴി സ്വീകാര്യമാക്കുന്നത് എപ്പോഴെല്ലാമാണ്, കണ്ടീഷൻസ് ആണ് പറയുന്നത്, എപ്പോഴെല്ലാമാണ്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? പ്രസ്തുത വ്യക്തി മരിച്ചു പോവുക, അതുപോലെ തന്നെ വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കാതിരിക്കുക, വ്യക്തി തെളിവ് നൽകാൻ കഴിയാത്ത സ്ഥിതിയിൽ അപകടപ്പെടുക, അതായത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും കാരണമൊക്കെ തെളിവ് നൽകാത്ത സ്ഥിതിയിൽ കിടക്കുക, അതുപോലെ തന്നെ കാലതാമസമോ ചെലവോ കൂടാതെ കോടതിയിൽ ഹാജരാകപ്പെടുവാൻ കഴിയാതിരിക്കുക. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രസ്തുത വ്യക്തി രേഖാമൂലമോ വായ്മൊഴിയാലോ നൽകിയിട്ടുള്ള മൊഴി കോടതിക്ക് സ്വീകാര്യമാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ എന്തെങ്കിലും മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒക്കെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ പറയുവാണെങ്കിൽ അത് കോടതിക്ക് സ്വീകാര്യമാണെന്ന് എന്നാണ് സെക്ഷൻ 32 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 32 നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 32(1) അതായത് സെക്ഷൻ 32(1) പ്രകാരം മരണമൊഴി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാളിൻ്റെ മരണകാരണത്തെ പറ്റിയോ മരണത്തിൻ്റെ ഇടയായ സംഭവത്തെക്കുറിച്ചോ മരണം സംഭവിക്കുന്നതിന് മുമ്പ് വാക്കാലോ രേഖാമൂലമോ ആംഗ്യഭാഷയിലോ നൽകുന്ന മൊഴിയെ മരണമൊഴി എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 32(1) ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 32(1) മരണമൊഴി എന്ന് പറയുന്നത്. മരണമൊഴി എന്ന് പറയുന്നത് എന്താണ്? ഒരാളിൻ്റെ മരണകാരണത്തെ പറ്റിയോ മരണത്തിനിടയാക്കിയ സംഭവത്തെക്കുറിച്ചോ മരണം സംഭവിക്കുന്നതിന് മുൻപ് വാക്കാലോ രേഖാമൂലമോ ആംഗ്യഭാഷയിലോ നൽകുന്ന മൊഴിയെ മരണമൊഴി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു മജിസ്ട്രേറ്റിനോ ഡോക്ടർക്കോ പോലീസ് ഓഫീസർക്കോ മരണമൊഴി രേഖപ്പെടുത്താം. അപ്പം മരണമൊഴി ഏത് സെക്ഷനാണ് വരുന്നത്? സെക്ഷൻ 32(1) മരണമൊഴി വരുന്നത്. മരണമൊഴി ആർക്കൊക്കെ രേഖപ്പെടുത്താം? ഇമ്പോർട്ടൻ്റ് ആണ്. മജിസ്ട്രേറ്റിനോ ഡോക്ടർക്കോ പോലീസ് ഓഫീസർക്കോ മരണമൊഴി രേഖപ്പെടുത്താം. മരണമൊഴി രേഖപ്പെടുത്താനുള്ള അധികാരമുള്ള ആർക്കൊക്കെയാണ്? ഒരു മജിസ്ട്രേറ്റിനോ ഡോക്ടർക്കോ പോലീസ് ഓഫീസർക്കോ മരണമൊഴി രേഖപ്പെടുത്താം. ക്ലിയർ ആയ? അടുത്ത നമ്മൾ ലാസ്റ്റ് സെക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 45 ഒപ്പീനിയൻസ് എക്സ്പേർട്ട്, വിദഗ്ധരുടെ അഭിപ്രായം. അതായത് ഇന്ത്യൻ തെളിവ് നിയമത്തിലെ സെക്ഷൻ 45 പ്രതിപാദിക്കുന്നത് വിദഗ്ധരുടെ അഭിപ്രായത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. വിദേശ നിയമങ്ങൾ, സയൻസ്, കല, കൈയക്ഷരങ്ങൾ കണ്ടെത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ പ്രാവീണ്യം നേടിയ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സംശയമുള്ള കാര്യങ്ങളെക്കുറിച്ച് കോടതിക്ക് വ്യക്തമായി അറിയേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത് പരിഗണനയിലെടുക്കാവുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 45 ഒപ്പീനിയൻസ് ഓഫ് എക്സ്പേർട്ട്, വിദഗ്ധരുടെ അഭിപ്രായം. അതായത് നമുക്കിപ്പോൾ ഒരു പോലീസ് ഓഫീസർക്കോ ഒരു കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിക്കോ ചിലപ്പം IT മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നില്ല. അവർക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷേ ആ ഒരു IT മേഖലയിൽ നടക്കുന്ന IT ക്രൈംസ് ഒക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്ന്, അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോടതിക്ക് ഒരു വിദഗ്ധരുടെ അഭിപ്രായം തേടാമെന്നാണ് സെക്ഷൻ 45 പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചില വിദേശ നിയമങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ കോടതിയിലെ ജഡ്ജിമാർക്ക് അറിവുള്ളതൊന്നുമില്ല. അപ്പോൾ അവർക്ക് അവിടെ ഒരു വിദഗ്ധരുടെ അഭിപ്രായം തേടാം. അതുപോലെ തന്നെ സയൻസ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സയൻസ് മേഖലയിലെ IT മേഖലയായിട്ട് ITയിലെ എന്തെങ്കിലും മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടതാകട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ലാബുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ, അതുപോലെ തന്നെ കലാമേഖലയിലെ കയ്യക്ഷരങ്ങൾ, അതൊക്കെ തുടങ്ങിയതൊക്കെ നമുക്ക് ഈ മേഖലയിൽ പ്രാവീണ്യം നേടിയ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സംശയമുള്ള കാര്യങ്ങളെക്കുറിച്ച് കോടതിക്ക് വ്യക്തമായി അറിയേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത് പരിഗണനയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തോടെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കുറച്ചുകൂടെ. ഉദാഹരണം പറഞ്ഞാൽ വിഷം കുടിച്ച് മരിച്ച ഒരാളുടെ മരണകാരണം ഏതുതരം വിഷം ആണ് അയാൾക്ക് ബാധിച്ചതെന്നും ആ വിഷം ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ എന്നിവ സംബന്ധിച്ച് വിദഗ്ധരുടെ അഭിപ്രായം പരിഗണിക്കാവുന്നതാണ്. അതായത് ഒരു വിഷം കുടിച്ച് മരിച്ച ഒരാളുടെ മരണകാരണം ഏതുതരം വിഷമാണ് ബാധിച്ചതെന്നും ആ വിഷം ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ എന്നിവയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഒരു കോടതിക്കോ ഒരു ജഡ്ജിനോ ഒരു പോലീസ് ഓഫീസറിനോ അറിയണമെന്നില്ല.
അപ്പോൾ അവർക്ക് അത് അറിയേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കോടതിക്ക് ഒരു വിദഗ്ധനെ വെക്കാം. അതായത് ആ ഒരു മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരാൾക്ക്, അതായത് ഹെൽത്ത്, ഇപ്പം വിഷത്തിൻ്റെ കാര്യം വരുമ്പോൾ ലാബുമായിട്ടും മെഡിക്കൽ ബന്ധപ്പെട്ട ഒരാൾക്ക് അത് ഏതുതരം വിഷമാണ്, ആ വിഷം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, കാര്യങ്ങളെല്ലാം അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾക്കറിയാം. അപ്പോൾ അങ്ങനെ ആ മേഖലയിൽ പ്രാവീണ്യം നൽകിയിട്ടുള്ള ഒരാളുടെ വിദഗ്ധനെ കുറിച്ചുള്ള കോടതിക്ക് അയാളുടെ അഭിപ്രായങ്ങൾ തേടാവുന്നതാണ്. വേറൊരു ഉദാഹരണോട് പറയാം. ഏതെങ്കിലും ഒരു പ്രമാണം എഴുതിയതോ ഒപ്പുവെച്ചതോ ആരാണ് എന്നതിനെ സംബന്ധിച്ച് കോടതിക്ക് അഭിപ്രായം ആരായേണ്ടി വരുമ്പോൾ കൈപ്പടയെക്കുറിച്ച് വിദഗ്ധനായ ഒരാളുടെ അഭിപ്രായം പരിഗണനയിലെടുക്കാം. അതായത് രണ്ടാമത്തെ ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മളൊരു പ്രമാണം എഴുതിയതോ ഒപ്പുവെച്ചതോ ഒക്കെ ആരാണ് എന്നതിനെ സംബന്ധിച്ച് കോടതിയിലൊക്കെ കേസ് വരുവാണെങ്കിൽ ആ കേസിനെ സംബന്ധിച്ച് അയാളുടെ കൈയക്ഷരത്തെക്കുറിച്ചും കൈപ്പടയെക്കുറിച്ചും ഒക്കെ വിദഗ്ധനായ ഒരാളുടെ അഭിപ്രായം പരിഗണനയിൽ എടുക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലിയറായി. നമ്മൾ ഇത്രയും പഠിച്ച സെക്ഷൻസും തെളിവ് നിയമത്തെക്കുറിച്ച് ഒരു ബേസിക് ഫാക്റ്റും അത് ഏതൊക്കെ തരത്തിലുള്ള തെളിവുകളുമാണ് എന്നാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ കുറിച്ച് നമ്മളിന്ന് പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട 2 മാർക്കാണ് ഇത്ര നമ്മൾ പഠിച്ച ഇന്നത്തെ ടോപ്പിക്കിൽ നിന്ന് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്. ഇത് സിമ്പിളായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഫീൽഡാണ്. അതായത് വലിയ പാടുള്ള ടോപ്പിക്സ് ഒന്നും ഇന്ന് പഠിച്ചതിനകത്തില്ല. അപ്പം ഇതിനകത്ത് നിന്ന് 2 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോ പോയിൻറ്റും വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് 2 മാർക്ക് കളയരുത്. ഈ ക്ലാസ് മാക്സിമം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കാണുക, അതുപോലെ തന്നെ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. ഇനി ഏതാണ്ട് 50 ദിവസം കൊണ്ടേ ഉള്ളൂ സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന്. അതുപോലെ തന്നെ വുമൺ സിവിൽ പോലീസ് ഓഫീസറിന് ഏകദേശം 60-65 ദിവസം കൊണ്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം 50 ദിവസം കൊണ്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് നിറവേറ്റിയിട്ടുണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് കേരള പോലീസ് ആക്ട്, IPC-യുടെ ഫുൾ ക്ലാസ്, CRPC-യുടെ ക്ലാസ്, അതുപോലെ തന്നെ എവിഡൻസ് ആക്ടിൻ്റെ ക്ലാസ് ഇന്നത്തോടെ നമ്മൾ തീർന്നു. ഇനി നമ്മൾ അടുത്ത ദിവസം എടുക്കാൻ പോകുന്നത് പോക്സോ ആക്റ്റാണ് എടുക്കാൻ പോകുന്നത്. അതോടെ നമ്മൾ അത് കഴിഞ്ഞ് പോക്സോ ആക്ട് ഇന്നിപ്പോൾ നമ്മളുടെ സിലബസ് തീരാറായി പോവുകയാണ്. അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ ക്ലാസ്സസ് തീർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇടുന്നതാണ്. അപ്പം നമ്മളുടെ ഭാഗത്തു നിന്ന് എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു തരുന്നതാണ്. അടുത്ത് നമ്മൾ പോക്സോ ആക്റ്റാണ് എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ IT ആക്ടും, അതുപോലെ തന്നെ വിവരാവകാശ നിയമം, IT ആക്ടും, അതുപോലെ തന്നെ NDPS ആക്ട് നമ്മൾ ഓൾറെഡി എടുത്തതാണ്. ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചതാണ് നമ്മുടെ എക്സൈസിൻ്റെ ടോപ്പിക്കോട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിനകത്ത് കയറി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. ആ ക്ലാസ്സസ് കണ്ടാൽ മതി. നമ്മുടെ പ്ലേലിസ്റ്റ് തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ അതിനകത്ത് നമ്മൾ NDPS ആക്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ NDPS ആക്ടിൻ്റെ ക്ലാസ് കണ്ടാൽ മതി. അതിനകത്ത് ചില സെക്ഷൻസൊക്കെയാണ്, അതൊക്കെ ഏതൊക്കെയാണ് വേണ്ടതെന്ന് ഞാനൊരു വീഡിയോ ചെയ്യാം പഠിക്കേണ്ടത്. അല്ല അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു ക്ലാസ് എടുക്കാം, നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ഇത് പഠിക്കുക, മാക്സിമം നിങ്ങൾ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്തു തരേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ലൈക്ക് ചെയ്ത്, നിങ്ങൾ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ്. അത് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് അടുത്തൊരു വീഡിയോ ചെയ്യണമെന്നുള്ളൊരു ടെൻഡൻസി വരുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക്, നിങ്ങളുടെ സിവിൽ പോലീസ് ഓഫീസർ കൂട്ടുകാരിലേക്ക് മാക്സിമം എത്തിക്കുക, മാക്സിമം വ്യൂസ് നമുക്ക് കൊണ്ടുവരിക. അപ്പോൾ മാക്സിമം ആളുകൾ കണ്ട് മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ലൈക്കും തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോസ് ഇടാൻ പറ്റൂ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ക്ലാസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് NDPS ആക്ടിൻ്റെ പോക്സോ ആക്ടും അതുപോലെ തന്നെ NDPS ആക്ടും. IT ആക്ടൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തതാണ്. അപ്പോൾ IT ആക്ടിൻ്റെ ക്ലാസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. എടുത്തെടുത്ത് പറയുവാണ്. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ പോക്സോ ആക്ടും അതുപോലെ തന്നെ NDPSൻ്റെ കുറച്ച് ഇതൂടെ ഉള്ളൂ. IT ആക്ട് നമ്മൾ ഓൾറെഡി ക്ലാസ് ഇട്ടതാണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഇടുന്നതാണ്. അപ്പോൾ അതുകൂടെ മോഡൽ എക്സാം കൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു ഓൾ.